അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. കഴിഞ്ഞ റമളാനിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇന്ന് ആറടി മണ്ണിൻ്റെ ചുവട്ടിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. മോചിതരിൽ അവരെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്ത് ഇറങ്ങാറായിരുന്നില്ല. തീരെ പുറത്ത് ഇറങ്ങുകയില്ല. ഏത് സമയത്തും പള്ളിയിലായിരുന്നു. പ്രത്യേകിച്ച് ഇഅ്തികാഫിനെ കരുതുകയും വേണം. അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കൽ മുഅക്കദായ സുന്നത്തുമാകുന്നു. അതേപോലെ തന്നെ ഒറ്റ ദിവസങ്ങളിൽ നാം ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്താലുള്ള കൂലി നമുക്ക് അതിന് കിട്ടുന്നതാണ്. മലക്കുകൾ വന്നുപോലും ലൈലത്തുൽ ഖദ്റിന് വേണ്ടി ഓരോ മനുഷ്യന്മാരെ കൂടെ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാറുണ്ട്. പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പോലും വന്നിട്ട് പോലും സലാം പറയാറുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ ലൈലത്തുൽ ഖദ്റിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുകൂടാതെ ഹദീസിൽ വന്ന മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതിസ് സബ്ഇ വറബ്ബിൽ അർശിൽ അലീം എന്ന് 3 പ്രാവശ്യം അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ലൈലത്തുൽ ഖദ്റിനെ എത്തിച്ചവനായി. അല്ലാഹു തആല നമ്മയെല്ലാവരെയും ലൈലത്തുൽ ഖദ്റിനെ എത്തിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.